ഹലോ, ഇന്നൊരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പം ജോലിക്കൊന്നും പോണ്ട. ഞാൻ വിചാരിച്ചു കുറച്ച് നാടൻ കറികളൊക്കെ കൂട്ടിയിട്ട് ഒരു ഊണ് കഴിച്ചാലോ അത്. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ പറഞ്ഞാൽ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ വലിയ സ്പെഷ്യലാട്ടോ. ഒഴിവുള്ള സമയത്ത് അതൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഫുഡ് എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി ഞാൻ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ശ്യാമ ഡ്യൂട്ടിയിലാണ്, വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കെന്തൊരു 3 മത്തി ഫ്രൈ ചെയ്തത്. 3 കഴിക്കുക നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഞാൻ കഴിക്കും കേട്ടോ. എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈ ചെയ്തത്. പിന്നെ ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല കട്ടിയുള്ള അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കിയത്. ഞാൻ നല്ല തിക്ക് ഗ്രേവിയിലാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയത്. ഇത് നാട്ടിൽ നിന്ന് അമ്മ കുറച്ച് അച്ഛനും അമ്മയും കൂടിയിട്ട് കുറച്ച് എനിക്ക് മാങ്ങ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്ങ ഞാൻ പഴുത്തത് മുറിച്ച് വെച്ച് കുഞ്ഞ് പീസാക്കിയിട്ട് മാറ്റി. വലിയ മാങ്ങ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി വെച്ചു. ഞാൻ ഇന്നലത്തെ മത്തിക്കറി ഉണ്ട്, അതിൽ ഒരു 2 കഷ്ണേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഈ മത്തിക്കറിയുടെ കൂടെ കുറച്ച് കപ്പയും കൂടി ആയി അടിപൊളിയാവില്ലേ. അപ്പം ഞാൻ ഈ മത്തിക്കറിയുടെ കൂടെ കപ്പയും കൂടി ഉടച്ചതുണ്ട്. ഇതുണ്ട് കപ്പ. ഞാൻ നല്ല തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കൂടി ഉടച്ച് വെച്ചതുണ്ട്, കറിവേപ്പിലൊക്കെ കൂടിയിട്ട്. കപ്പയുണ്ട്. പിന്നെ ഞാനിതാ ഇവിടെ ചോറ് വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളി ആയിട്ടുള്ള ഡിഷസ് കൂട്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഊണ്. ഞാനൊരു ഫുഡിയാണ്, എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, എൻജോയ് ചെയ്ത് കഴിക്കുക. അത് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വാരി വലിച്ച് കഴിക്കുന്ന ഒരാളാണ് ഞാനിന്ന്. അങ്ങനെയല്ല കേട്ടോ. എല്ലാ ഫുഡും ഞാൻ കഴിക്കും. കുക്ക് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ളവർ അത് അടിപൊളിയാന്ന് പറയുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. തിരക്കിൻ്റെ ഇടയിലും ജോലി ഉണ്ടെങ്കിലും ഒക്കെ ഞാൻ മിക്കവാറും ദിവസം കുക്ക് ചെയ്യാറുണ്ട്. പുറത്തുനിന്ന് കഴിക്കൽ വളരെ കുറവാണ് ഈ അടുത്തിടെയായിട്ട്. പിന്നെ അവിടെ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന ഒരാൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേട്ടൻ നമ്മൾ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മത്തി വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് തന്നെ മീനിങ്ങനെ ഗ്രൂപ്പിൽ വരുമ്പോൾ എനിക്കത് വാങ്ങണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിട്ട് മിക്കവാറും ദിവസം മീനെ പഠിപ്പിച്ച് വാങ്ങാറുണ്ട്. 1 കിലോ വാങ്ങി ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി ഒരു 3-4 ദിവസത്തേക്കൊക്കെ ഓടും കേട്ടോ. മത്തി അപ്പോൾ പെട്ടെന്ന് തീരും. ഞങ്ങൾ 2 ആൾക്കും മത്തി നല്ല ഇഷ്ടമാണ്. ശ്യാമിന് കറിയാണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ എനിക്ക് വറുത്തതാണ് ഇഷ്ടം. പക്ഷെ ചൂടോടുകൂടി വറുത്തത് ഇവിടെ കോമ്പറ്റീഷനായിട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. ഞാൻ അത് വിളമ്പി കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ വിളമ്പണത് നല്ല കുത്തരി ചോറാണ്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ചോറ് വേവിച്ചെടുക്കുക. എനിക്ക് നല്ല വിട്ടിട്ടൊക്കെ കിട്ടും. ആദ്യമൊന്നും കുക്കറിൽ ചോറ് വയ്ക്കാൻ അറിയണ്ടായിരുന്നില്ല, ഒട്ടി പിടിക്കുമായിരുന്നു. ഇപ്പം പിന്നെ ഉണ്ടാക്കി ശീലമായി കേട്ടോ. അപ്പോൾ നല്ല കുത്തരി ചോറ് ഞാൻ വിളമ്പാണ്. ചൂടുണ്ട് കേട്ടോ. ജസ്റ്റ് വാർത്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്ര ചോറ് മതി നമുക്ക്. ഇനി വേണമെങ്കിൽ എടുക്കാമല്ലോ. ഇനി നമുക്ക് ഈ നല്ല കപ്പട മോളിക്ക് ഇന്നലെ മുളകിട്ട് വെച്ച നല്ല കറിയുണ്ട്. 1 പീസ് എനിക്ക്, 1 പീസ് ശ്യാമിന് കേട്ടോ. അങ്ങനെ 2 ദിവസമായി കറി വെച്ചിട്ട്. അപ്പോൾ ഈ 2 പീസ് ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് ഈ കപ്പട മോളിക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കണം കേട്ടോ. ഇത്രയും കൂടി കറി വയ്ക്കാം. ഓക്കെ, അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ട്. നല്ല കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കടുകും ഉലുവയും വറ്റൽമുളകും ഒക്കെ വറവിട്ട നല്ല തിക്ക് ഗ്രേവിയിൽ ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പം അത് ഞാൻ ഈ ചോറിലേക്ക് ഇത്തിരി ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് മതി. ഓക്കെ, അപ്പം മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചു. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതിൽ കുറച്ച് മസാല ഉണ്ടായിരുന്നു. അതിലൊരു ഇത്തിരി മീൻ മുട്ട ഉണ്ടായിരുന്നു മത്തിയുടെ. അപ്പോൾ കുറച്ച് മീൻ മുട്ടയും ഞാൻ ചോറിൽ വിളമ്പുണ്ട്. ഇനി നമ്മുടെ നല്ല മസാലയൊക്കെ പിടിച്ച മത്തി ഫ്രൈ അതും കൂടി വെച്ചാൽ ഇന്നത്തെ ഊണ് റെഡിയാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിലുള്ള. അപ്പം ഞാനിത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ഞാനൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് പറയാം കേട്ടോ. ആദ്യം ഞാൻ ഇത്തിരി മാമ്പഴ പുളിശ്ശേരിയും ചോറും കൂടി കൂട്ടി കഴിക്കാം. അടിപൊളിയാണ്. ഇനി ഞാൻ നെക്സ്റ്റ്
നല്ല കപ്പയിലേക്ക് മീൻ കറിയൊക്കെയാണ് കേട്ടോ വരുന്നത്. എല്ലാം അടിപൊളിയാണ്. അപ്പൊ നിങ്ങളുടെ ഒഴിവുള്ളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമന്റ് ഇട്. ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ റെസിപ്പി ഇങ്ങനെ കണ്ടിട്ട് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത്ര പ്രൊഫഷണൽ ആയിട്ട് കുക്കൊന്നും ഞാൻ ചെയ്യില്ല, പക്ഷെ എനിക്കിഷ്ടം കുക്കിംഗ്. അപ്പോൾ ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ്.